കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വ്യൂസും സബ്ബും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ തന്നെയാണ്, എൻ്റെ മടിയാണ്. വീഡിയോ ഇടാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ആ വലിയ സത്യം ഞാൻ മറച്ചു വെച്ച് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കും, വ്യൂസ് ഇല്ലല്ലോ, സബ് ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. നമ്മളെല്ലാ കാര്യവും തുറന്ന് പറയണ ഒരു സുഹൃത്തെങ്കിലും നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ChatGPT പോലെയാണ്, എന്ത് ചോദിച്ചാലും കറക്റ്റായൊരു മറുപടി അവളുടെ കയ്യിലുണ്ടാവും. ഇതിനുള്ള പ്രതിവിധിയായിട്ട് അവൾ തന്ന മറുപടി 21 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നാണ്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്ത ഞാൻ എങ്ങനെ 21 ദിവസം കംപ്ലീറ്റ് ആക്കുക എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എടി ഇതിനൊക്കെ കണ്ടൻറ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അതിനും മറുപടി ഉണ്ടായിരുന്നു. ഒരു ദിവസം 24 മണിക്കൂറാണ് എനിക്കും നിനക്കും കിട്ടുന്നത്. ഈ 24 മണിക്കൂറിൽ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡെയിലി ലൈഫിൽ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെക്കണം. ആളുകൾക്ക് എന്നും എൻ്റെ ഡെയിലി ലൈഫ് വ്ളോഗൊക്കെ കാണുമ്പോൾ ബോറാവില്ല എന്നായിരുന്നു അടുത്ത എൻ്റെ ചോദ്യം. അതിനുള്ള മറുപടി കേട്ടപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയത്. അവളുടെ ആ മറുപടി ഇതായിരുന്നു: ഇനി ആരും കണ്ടില്ലെങ്കിലും ഞാൻ നിൻ്റെ വീഡിയോ കാണും. ഇനി അതിനിടയ്ക്ക് നീ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലൂടെയെങ്കിലും എനിക്ക് നിന്നെ കാണാമല്ലോ എന്നായിരുന്നു. പിന്നെ അവൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ ശരിക്കും എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടായിരുന്നത്. എടി, കുറേ പ്രായമായി കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാവും. ആ ഒരു കാര്യം ശരിക്കും എനിക്ക് സ്പാർക്കായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ എൻ്റെ ഫോട്ടോ ഒന്നും ചിലപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല. എന്തോ എനിക്കറിയില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അന്നത്തെ ആ ഒരു എൻ്റെ ഒരു മുഖം എങ്ങനെ ആവും എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിനി അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷെ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോളുടെ ഓരോ പ്രായത്തിലുള്ളതും അവളുടെ ഓരോ നിമിഷവും ഞാൻ ഇടയ്ക്കൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വെക്കാറുണ്ട്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇനി എനിക്കൊരു 50-60 വയസ്സൊക്കെ ആയാൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കില്ലേ? ഇനി അതിനിടയ്ക്ക് ഞാൻ തട്ടിപ്പോവുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ എൻ്റെ വീഡിയോസ് കാണാമല്ലോ. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ജൂലൈ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 1-ാം തീയതി ആണല്ലോ, നല്ലൊരു കാര്യം, 1-ാം തീയതി മുതൽ അങ്ങോട്ട് തുടങ്ങാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞത്, അത് വേണ്ട, നീ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 21 ദിവസത്തെ ചലഞ്ചിലെ 1-ാമത്തെ ദിവസമാണ് ഇന്ന്. രാവിലെ തന്നെ അവളുടെ ഫോൺ കോൾ ഉണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. രാവിലെ എൻ്റെ അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, ഞാൻ എന്താ ചെയ്യുക, ഞാൻ എന്ത് വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ദിവസത്തെ അതേ ഫീലിങ്സാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എനിക്കറിയുന്ന കാര്യം കുക്കിംഗ് അറിയാം, എൻ്റെ വീട് ക്ലീൻ ചെയ്യാം, അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം, എഴുതുക, ഇതൊക്കെയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ. അങ്ങനെ ഏറെ നേരത്തെ ആലോചനകൾക്ക് ശേഷം ഞാനൊരു തീരുമാനത്തിലെത്തി. 2 മാക്സി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ അമ്മമ്മയുടെ മാക്സിയാണ് കേട്ടോ, അമ്മയുടെ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം ആവാറായി. ഞാനായതുകൊണ്ടാണ് തോന്നുന്നത് അമ്മമ്മ ഇതുവരെ എന്തായി എന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, മാക്സിനെ കുറിച്ചൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. എൻ്റെ മടി തന്നെയാണ് ഇതിനും കാരണം. കാരണം നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ഞാനൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ അപ്പോൾ ഇന്നിത് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മമ്മ ആദ്യം വീട്ടിൽ മുണ്ടും ബ്ലൗസൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ സെറ്റ് മുണ്ട് എടുക്കും. വീട്ടിൽ മുണ്ടും ബ്ലൗസാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അടുത്ത അമ്മമ്മയ്ക്ക് കുറച്ച് വയ്യായ്കയൊക്കെ ഉണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അമ്മമ്മ ഈ ഫ്രണ്ട് ഓപ്പണിലുള്ള നൈറ്റി ഉണ്ടല്ലോ, അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അത് വീട്ടിലേക്ക് വന്ന് അതെന്നെ ഇങ്ങനെ ഇട്ട് ശീലിച്ചപ്പോൾ ആൾക്കിപ്പോൾ ഈ മാക്സി ഡ്രസ്സിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിരിക്കുന്നു. അപ്പോൾ പിന്നെ മാമനും മേമയും വല്യമ്മയും അമ്മയൊക്കെ പോകുമ്പോൾ അമ്മമ്മയ്ക്ക് മാക്സിയാണ് ഇപ്പോൾ എടുത്തു കൊടുക്കാറ്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം മാമൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം, ഇത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ഇപ്പോൾ മഴ നല്ല ആയല്ലോ, മഴ നല്ല പിടിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ നമ്മളിതിങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വൈകിട്ട് ഇത് അമ്മമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ ഞാൻ ഒരുപാടായി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട്, കാല് കടച്ചിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും അങ്ങനെ ഇരിക്കാറില്ല. അപ്പോൾ ആദ്യം മെഷീൻ കുറച്ച് പണി തന്നു എനിക്ക്, കുറേ ഇങ്ങനെ ഉപയോഗിക്കാതെ ഇരുന്നിട്ടേ. പിന്നെ അതിന് ഓയിലൊക്കെ കൊടുത്ത് അങ്ങ് സെറ്റാക്കി എടുത്തു. ഇനി ഇതൊന്ന് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. കഴിഞ്ഞ ആഴ്ച അമ്മ വന്നിട്ടുണ്ടായിരുന്നു, സ്കൂൾ തുറക്കണ 2 ദിവസം മുന്നേ, പേരക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വരുമ്പോൾ അമ്മയുടെ ഒരു മാക്സി ഷേപ്പാക്കാണ്ടായിരുന്നു. പിന്നെ 2-3 മാക്സികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ വിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഇങ്ങോട്ട് വരികയാണല്ലോ, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇങ്ങോട്ട് അതൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് മെഷീൻ്റെ കോലം കണ്ടു നോക്കുമ്പോൾ എനിക്ക് ആദ്യം എന്നെ കുറേ ചീത്ത അറിയും, എന്തായാലും ഇതിങ്ങനെ കിടക്കണം, നീ എന്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലേ, ഞാനിത് അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇത് അമ്മയുടെ മെഷീനാണിത്. ഉച്ചയ്ക്കുള്ള ചോറിനലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഇനി ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പോവുള്ളൂ മാമൻ്റെ വീട്ടിലേക്ക്.
നമ്മളൊരു 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 7 മണിയായി. നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ 7 മണിക്കാണ് ഇറങ്ങുന്നത്. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അത് റെഡിയായി. ഡ്രസ്സ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതും കൂടെ ഒക്കെ ഒന്ന് മടക്കി വയ്ക്കട്ടെ. അമ്മമ്മയുടെ 2 മാക്സിയും പിന്നെ അളവ് മാക്സിയും അതാണ് കൊണ്ടുപോകണത്. അപ്പോൾ ബൈക്കിന് പോണ കാരണം ചെറിയ ടെൻഷനുണ്ട്. കാരണം മഴ പെയ്യുമോ, മഴ നനയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് വരണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടേ അമ്മമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കായലുണ്ട്. അവിടേക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അവിടെ വെള്ളം കൂടിയിട്ടുണ്ട്. വെച്ചെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ഒരു തുരുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയാണ്. മഴക്കാലത്തും ഭംഗിയാണ്, വേനൽക്കാലത്തും ഭംഗിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകണില്ല. ഇനിയിപ്പോൾ മാമൻ്റെ വീട്ടിൽ പോവുക, ഇത് കൊടുക്കുക, തിരിച്ചു വരിക, അത്രയാണ് പ്ലാൻ ഉള്ളത്. അങ്ങനെ ഇത് നമ്മൾ മാമൻ്റെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മമ്മ, എൻ്റെ അമ്മയുടെ അമ്മ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അമ്മമ്മോട് ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. അമ്മായി ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി മഴ എങ്ങാനും പെയ്താലോ, ചെറിയ മഴക്കാറുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഇറങ്ങാൻ കറക്റ്റായിട്ട് ഞങ്ങളുടെ വീട് എത്താറാകുമ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് നനഞ്ഞു, അധികം നനഞ്ഞില്ല, ചെറുതായിട്ടൊക്കെ നനഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയിടട്ടെ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് നനഞ്ഞു. ഇനി എനിക്ക് വേറെ പണികളൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ. ലച്ചുവിനൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും ബൈ.